വിദേശ സർവകലാശാലകളിലേക്കുള്ള വിദ്യാർത്ഥികളുടെ ഒഴുക്കിനെ ചൊല്ലി നിയമസഭയിൽ വാക്പോര്. വിദ്യാർത്ഥികൾ പുറത്തുപോകുന്നത് തടയേണ്ടതില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. സാമൂഹ്യ പ്രശ്നത്തെ മന്ത്രി ലാഘവത്തോടെ കൈകാര്യം ചെയ്യുകയാണെന്ന് വി സതീശൻ. പുതുതലമുറ ആഗ്രഹിക്കുന്ന സാഹചര്യം കേരളത്തിൽ കൊടുക്കാനാകുന്നില്ലെന്ന് മാത്യു കുഴൽനാടനും പ്രതികരിച്ചു. വിവരങ്ങളുമായി ശാലിനി ചേരുകയാണ്. ശാലിനി, ഒരു വിഷയത്തിൽ സഭയിൽ ഇരുതരത്തിലായിരുന്നു വിമർശനം, ഒപ്പം വിശദീകരണവും. സുരേഷ്, ഉന്നത വിദ്യാഭ്യാസത്തിനായി യുവാക്കൾ കേരളം വിടുന്ന വിഷയം അടിയന്തര പ്രമേയമായി നിയമസഭയിൽ ഉന്നയിക്കുകയായിരുന്നു പ്രതിപക്ഷം. മാത്യു കുഴൽനാടൻ MLA ആണ് അടിയന്തര പ്രമേയത്തിന് അവസാനാനുമതി നേടി നോട്ടീസ് നൽകുകയും ചെയ്തത്. അടിയന്തര പ്രാധാന്യത്തോടുകൂടി വിഷയം കൈകാര്യം ചെയ്യാമെന്ന സ്പീക്കർ അനുവാദം നൽകിയതോടെ പ്രമേയത്തിന് അനുമതി നൽകുകയും ചെയ്തു. ഈ വിഷയത്തിലാണ് വലിയ രീതിയിലുള്ള ചർച്ചകൾ സഭയിൽ നടന്നിട്ടുള്ളത്. അതിൽ അടിയന്തര പ്രമേയത്തിന് പ്രാധാന്യമില്ലെങ്കിലും പ്രമേയത്തിന് അവസാനാനുമതി സ്പീക്കർ നൽകിയതോടുകൂടി നിയമസഭയ്ക്കകം കണ്ടത് വലിയ രീതിയിലുള്ള വാക്പോരിലൂടെ വേദിയായി മാറുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അടക്കമുള്ളവർ ഇതിൽ പ്രതികരിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികളുടെ കുടിയേറ്റം കേരളത്തെ മാത്രം ബാധിക്കുന്നതല്ല, 2018 ശേഷം കുടിയേറ്റത്തിൽ 31% വർധനവുണ്ടായി എന്നുള്ളതാണ് മന്ത്രി നിയമസഭയിൽ അറിയിച്ചത്. മറ്റ് സംസ്ഥാനത്തെ വെച്ച് നോക്കിയാൽ കേരളത്തിലെ കുടിയേറ്റ അളവ് കുറവാണ് എന്നുള്ളതാണ് മന്ത്രി വിശദീകരിക്കുകയും ചെയ്തത്. 4% മാത്രമാണ് കേരളത്തിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിൽ വിദ്യാർത്ഥികൾ കുടിയേറിയത് എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി അവകാശവാദം ഉന്നയിച്ചത്. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല ഇത് എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ വാദം. ഒപ്പം തന്നെ മികച്ച സാധ്യതകൾ തേടി വിദ്യാർത്ഥികൾ പോകട്ടെ എന്നുള്ളതാണ് സർക്കാർ നിലപാട് എന്നുള്ളതാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സഭയിൽ പ്രതികരിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഈ ഒരു നോട്ടീസ് അവതരിപ്പിച്ചുകൊണ്ട് മാത്യു കുഴൽനാടൻ MLA ഉന്നയിക്കുകയും ചെയ്തത്. കേരളത്തിൽ നിന്ന് മറ്റു രാജ്യത്ത് പോയി രക്ഷപ്പെടാമെന്ന് കരുതുന്നത് ആശങ്കാജനകമായ സാഹചര്യമാണ്. പുതുതലമുറ ആഗ്രഹിക്കുന്ന സാഹചര്യം കേരളത്തിന് കൊടുക്കാനാകുന്നില്ല. ശമ്പള സ്കെയിലടക്കം സംസ്ഥാനം മാറ്റം കൊണ്ടുവരേണ്ട സാഹചര്യം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് MLA ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഒപ്പം തന്നെ സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയപരമായി കേരളം ഇക്കാര്യത്തിൽ മാറണം, ശമ്പള സ്കെയിലടക്കം കേരളം മാറണം എന്നുള്ളതും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അതേസമയം മികച്ച സ്റ്റാർട്ടപ്പ് മിഷനാണ് കേരളത്തിലുള്ളത് എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ വാദം. അതേസമയം തന്നെ വി സതീശൻ അടക്കമുള്ള പ്രതിപക്ഷ നേതാവും ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം സർക്കാരിനെതിരെ നടത്തി. മന്ത്രി ചൊറിഞ്ഞുകൊണ്ടാണ് സംസാരം നടത്തുന്നത് എന്നുള്ളതായിരുന്നു വി സതീശന്റെ പ്രതികരണം. അടിയന്തര പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് സഭയിൽ പ്രതിപക്ഷ വിഷയം കൊണ്ടുവന്നത്, പക്ഷേ മന്ത്രി ആ വിഷയത്തിന്റെ ഗൗരവം കാണിക്കുന്നില്ല എന്നുള്ള വിമർശനം വി സതീശൻ സഭയിൽ ഉന്നയിക്കുകയും ചെയ്തു. നെഹ്റു വിദേശത്ത് പോയി പഠിച്ച സാഹചര്യമല്ല, നല്ല സ്ഥാപനങ്ങളിൽ അവസരം കിട്ടിയാൽ വിദ്യാർത്ഥികൾ പോകട്ടെ, പക്ഷേ വീട് പണയപ്പെടുത്തി നിലവാരം കുറഞ്ഞ സ്ഥാപനങ്ങളിലേക്ക് പോകുന്നത് അംഗീകരിക്കാൻ കഴിയില്ല, അത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടപ്പെടുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. കേരളം തൊഴിലില്ലായ്മയിൽ ഒന്നാമതാണ് എന്നുള്ള രൂക്ഷമായ വിമർശനം പ്രതിപക്ഷ നേതാവ് സഭയിൽ ഉന്നയിച്ചു. കേരളത്തിലെ 10 സർവകലാശാലകളിൽ VC-മാരില്ല എന്നുള്ള അതീവ ഗൗരവമായ സാഹചര്യം അടക്കം ഉന്നത വിദ്യാഭ്യാസ മേഖല തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിമർശനവും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഈ വിഷയത്തിൽ KN ബാലഗോപാലും പ്രതികരിക്കുകയുണ്ടായി. ബിൽ പാസാക്കി ഗവർണർക്ക് അയച്ചതാണ്. 10 വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിന് തടസ്സമുണ്ടായത് സർക്കാർ കാരണമാണോ എന്നുള്ളതായിരുന്നു KN ബാലഗോപാലിന്റെ പ്രതികരണം. അതേസമയം തന്നെ UGC ചട്ടങ്ങൾ കാറ്റിൽ പറത്തി VC-മാരുടെ നിയമനം നടത്തി, നിയമം ലംഘിച്ചാണ് വൈസ് ചാൻസലർമാർക്ക് നിയമനം നൽകിയത്. പല കോഴ്സുകൾക്കും ആളുകളില്ലാത്ത അവസ്ഥ സംസ്ഥാനത്തുണ്ട് എന്ന് വി സതീശൻ തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട്. സഭ എന്തായാലും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. മന്ത്രിയുടെ നിഷേധാത്മക നിലപാടിനെതിരെ പ്രതിപക്ഷ പ്രതിഷേധവും സഭയ്ക്കകത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അടിയന്തര പ്രാധാന്യത്തോട് കൊണ്ടുവന്ന ഒരു അടിയന്തര വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യപ്പെടാത്ത സാഹചര്യത്തിലായിരുന്നു പ്രതിപക്ഷം വലിയ രീതിയിലുള്ള വാക്പോരിലേക്കും പ്രതിഷേധത്തിലേക്കും സഭയ്ക്കകളം സാക്ഷ്യം വഹിച്ചത്. സുരേഷ്, നിയമസഭയിൽ നിന്നും ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.